വെൽക്കം ടു ട്രാവൽ റിലാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പിജിയോൻ്റെ എയർ ഫെയർ മോഡലാണ്. 4.2 ആണ് അതിൻ്റെ കപ്പാസിറ്റി. 1200 വാട്ട്സ് ആണ് ഇതിന് പറയുന്നത്. കൂടാതെ കമ്പനി 2 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിത് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിന് ആക്ച്വലി പ്രൈസ് ഒരു 6000 താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ റേറ്റ് 3100 എനിക്കിത് കിട്ടിയത്. ഞാനത് ഓർഡർ ചെയ്ത് എനിക്ക് 2 daysനുള്ളിൽ തന്നെ അവർ പ്ലേസ് ചെയ്തു. പാക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ അവർ അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാര്യങ്ങൾ ഇതൊക്കെ മെൻഷൻ ചെയ്തേക്കുന്നത്. നമുക്കത് പതുക്കെ മാറ്റി വയ്ക്കാം. എന്തുകൊണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എയർ ഫെയർ. നമുക്ക് 1-2 കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഓയിലിൻ്റെ യൂസേജ് ഒട്ടും തന്നെ ഇതിന് വേണ്ടി വരില്ല. ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓയിലിൻ്റെ ഉപയോഗം കൂടുതലുകൊണ്ട് വരുന്ന അസുഖങ്ങളൊന്നും നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരില്ല. അതുമാത്രമല്ല, ഓവൻ വാങ്ങുന്ന പൈസ പോലും ഇതിന് വന്നില്ല. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1% എമൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഒത്തിരി സമയം പാഴാക്കാണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാനും സാധിക്കും. കുക്കിംഗ് ഓപ്ഷൻ എല്ലാനും ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫായി പവർ ബട്ടൻ്റെ ഇത് കാണിക്കുകയാണ്. വീണ്ടും നമ്മൾ ആ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് പിന്നെ നമ്മുടെ കുക്കിംഗ് മോഡൽ, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം, മീറ്റാണോ ഫ്രഞ്ച് ഫ്രൈ ആണോ ഏതാണോ കുക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ വീണ്ടും പവർ ബട്ടണിൽ ഞെക്കുമ്പോൾ ആ ഡിസ്പ്ലേയിൽ കാണിക്കാം. മാനുവലായിട്ടും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, അല്ലാണ്ട് കുക്കിംഗ് ഓപ്ഷനും ഉണ്ട്. ഈ ട്രൈയിലാണ് നമ്മൾ കുക്കിംഗ് ഐറ്റംസ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.